കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI അഴിഞ്ഞാട്ടം. പോലീസ് ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒപ്പം ബിനീഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, ഇത് SFIയുടെ പ്രതിഷേധം എന്തിനു വേണ്ടിയാണ്? വലിയ അക്രമ പരമ്പര അവിടെ അരങ്ങേറിയെന്ന് മനസ്സിലാകുന്നു. എന്താണ് വിവരങ്ങൾ? പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് കേരള സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർക്ക് ആദ്യം കടന്നു കയറാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2.25 മണിക്കൂറായി നീണ്ടു നിൽക്കുന്ന സമരം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ കുത്തിയിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന് നേരെ പ്രവർത്തകർ അതിക്രമം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പോലീസിനെ പ്രവർത്തകർ തള്ളുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിനീഷ്, ഇവരുടെ ഈ പ്രതിഷേധം എന്തിനു വേണ്ടിയാണ്? യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി നേരത്തെ ബിനീഷ്, എന്തിനായിരുന്നു ഈ പ്രതിഷേധം? എന്താണ് SFI പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്ന വിഷയം? ഉത്സവവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് നേരെ ആക്രമണം നടത്തിയാണ്. പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള സർവകലാശാലയുടെ കലോത്സവം നടത്താനായി ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ VCയുടെ നിലപാട് ഇത്തരത്തിലാണ്. സർവകലാശാലയിൽ കലോത്സവം നടത്തുന്നതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. ഇനിയും അത് ഫണ്ട് അനുവദിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് VC എടുത്തിരിക്കുന്നത്. ഈ യുവജനോത്സവം നടത്താൻ നേരത്തെയുള്ള യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അത് നടത്തിയത്. പ്രവർത്തകർ എന്ന നിലപാടാണ് നൽകൂ എന്ന നിലപാട്, കടുത്ത നിലപാട് തന്നെയാണ് VC എടുത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് VCക്ക് നേരെ അസഭ്യ വർഷം ചേർന്നുകൊണ്ട് VCക്ക് നേരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് SFI പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ അതിക്രമം തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ SFI പ്രവർത്തകർക്ക് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും പോലീസ് നോക്കുകുത്തിയാകുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പല തരത്തിൽ പോലീസിന് നേരെ അതിക്രമം SFI പ്രവർത്തകർ നടത്തുമ്പോഴും അതിനെ നോക്കുകുത്തിയായി പോലീസ് നോക്കി നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം നടത്തുമ്പോഴും ഒരു ലാത്തി വീശാൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറാകാത്ത സാഹചര്യം, പോലീസ് വാഹനത്തിനെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ കടക്കുകയാണ്. ഇപ്പോൾ നോക്കുകുത്തിയായി തന്നെ പോലീസ് തുടരുന്ന സാഹചര്യം, വലിയ പ്രകോപനവും വലിയ അഴിഞ്ഞാട്ടവും തന്നെയാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിൽ പോലീസിന് നേരെ പോലും. ബിനീഷ്, അങ്ങേയറ്റം ഗൗരവമായ ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. 2 മണിക്കൂറായി ആ സർവകലാശാല ആസ്ഥാനം മുഴുവൻ വളഞ്ഞു വെച്ചിരിക്കുകയാണ് SFI പ്രവർത്തകർ. അവിടെ വലിയ രീതിയിൽ അക്രമം അരങ്ങേറുകയാണ്. ഏറ്റവും ഒടുവിൽ പോലീസിന് നേർക്ക് പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ SFI പ്രവർത്തകർ എത്തി നിൽക്കുകയാണ്. എന്താണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസിന്റെ നേരെ അതിക്രമം നടത്തിക്കൊണ്ട് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ നിലവിൽ ഈ സർവകലാശാലയിലേക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രതിഷേധം നേരത്തെ ഉണ്ടാകുമെന്ന് പോലീസിന് വ്യക്തമായി അറിയാമായിരുന്നു. അപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് ആദ്യഘട്ടത്തിൽ ഇതിനെ തടയുന്ന ഒരു സാഹചര്യം, സമരത്തെ തടയുന്ന സാഹചര്യം ഉണ്ടായി. ഈ ബാരിക്കേഡുകളുടെ മുൻപിലും പുറകിലുമായി എപ്പോഴും സുരക്ഷ ഒരുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ പോലീസ് ഇന്ന് സംഭവിച്ചതെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു സുരക്ഷ ഒരുക്കാതെ തന്നെ SFI പ്രവർത്തകർക്ക്
സർവകലാശാലയുടെ ഉള്ളിലേക്ക് കയറാനുള്ള അവസരം പോലീസ് ഒരുക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പോലീസ് ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഏകദേശം 2.5 മണിക്കൂറിലധികം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇപ്പോഴും പ്രതിഷേധം എന്നതിനപ്പുറം വലിയ അക്രമമാണ് SFI പ്രവർത്തകർ ഈ സർവകലാശാലയ്ക്കുള്ളിൽ കാട്ടിക്കൂട്ടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിന്നുകൊണ്ട് SFI പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കുന്ന തലത്തിൽ പല ഉദ്യോഗസ്ഥരെയും പല ഘട്ടങ്ങളിലായി SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നത്. നോക്കൂ വിനീഷ്, ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലീസിന്റെ വാൻ തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. പോലീസ് വാൻ അടക്കം അവിടെ തടഞ്ഞിട്ടുകൊണ്ട് വലിയ അഴിഞ്ഞാട്ടമാണ് SFIയുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാകുന്നത്. ഹലോ, കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ വലിയ അഴിഞ്ഞാട്ടമാണ് കാണുന്നത്. പോലീസ് ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിയമം കയ്യിലെടുത്തുകൊണ്ട് പോലീസിനെ അടക്കം ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറായി ഈ സർവകലാശാല മുഴുവൻ SFIയുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. വിനീഷ്, ഈ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. പക്ഷേ അതിന് സമ്മതിക്കാതെ ആ പോലീസ് വാഹനമടക്കം തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ SFI പ്രവർത്തകർ എത്തി നിൽക്കുന്നത്. ആ പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വലിയ മുദ്രാവാക്യം വിളികളോടെ പോലീസിനെ അങ്ങേയറ്റം പ്രകോപിതരാക്കിക്കൊണ്ട് പോലീസിനെ ആക്രമിച്ചുകൊണ്ട് നിൽക്കുന്ന SFI പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. വിനീഷ്, തീർച്ചയായിട്ടും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ SFI പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന നീക്കത്തെ തടഞ്ഞുകൊണ്ട് ബാരിക്കേഡുകൾ, പ്രത്യേകിച്ച് സർവകലാശാലയുടെ ഫ്രണ്ടിൽ SFI പ്രവർത്തകരെ പ്രതിരോധിക്കാനായി പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ റോഡിൽ മുഴുവനായി വലിച്ചിഴച്ചുകൊണ്ടുവന്ന് വാഹനത്തിന് മുന്നിലിട്ടാണ് ഇപ്പോൾ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വലിയ ഒരു തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും വലിയ അസഭ്യം പറഞ്ഞുകൊണ്ട് പോലീസിനെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ SFI പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാലയ്ക്കുള്ളിൽ നടത്തിയിട്ട് പോലും നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ SFIയുടെ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം അത് പോലീസിനെ ആക്രമിക്കുന്ന തരത്തിൽ, പോലീസ് വാഹനം ആക്രമിക്കുന്ന തരത്തിലൊക്കെ ഉണ്ടാകുന്നു. അപ്പോഴും പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിക്കാതെ നോക്കുകുത്തിയായിരിക്കുന്നു. കഴിഞ്ഞ 2.25 മണിക്കൂറായി പോലീസ് ഇത്തരത്തിൽ വെറും നോക്കുകുത്തിയായിക്കൊണ്ട് SFI കാണിക്കുന്ന അതിക്രമങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പല ഘട്ടങ്ങളിലും കടക്കുന്നില്ല. പല ചെറിയ തോതിലുള്ള തരത്തിൽ പോലീസ് SFI പ്രവർത്തകരെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും അതിൽ നിന്ന് SFI പ്രവർത്തകർ പിന്നോക്കം പോകുന്നില്ല. പോലീസുകാരെ അത്തരത്തിൽ അതിക്രമിക്കുന്നു. അതൊക്കെ ആ തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് വളരെ സമീപനം പാലിച്ചുകൊണ്ട് SFI പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താനുള്ള ഒരു സൗകര്യം തന്നെയാണ് സർവകലാശാലയിൽ ഉള്ളിൽ നൽകുന്നത് എന്നത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഈ അതിക്രമങ്ങൾ SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ കാട്ടുമ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു. പോലീസ് നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാണാനും സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാമ്പസിനുള്ളിലേക്ക് അല്ലെങ്കിൽ സർവകലാശാലയ്ക്കുള്ളിലേക്ക് SFI പ്രവർത്തകർക്ക് കയറാനുള്ള ഒരു അവസരം നൽകിയത് പോലും പോലീസാണ്. കാരണം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്ന ആ ബാരിക്കേഡുകളുടെ പരസ്പരം ബാരിക്കേഡുകൾ കെട്ടി യോജിപ്പിച്ചിരുന്ന ആ ബാരിക്കേഡുകളുടെ കയറുകൾ പോലും അഴിക്കുന്ന സമയത്ത് പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി പോലീസിന് നേരെ SFI പ്രവർത്തകർ അതിക്രമം കാട്ടുന്നു, ബാരിക്കേഡുകൾ നശിപ്പിക്കുന്നു, പോലീസ് വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നു, ആ പോലീസ് നേരത്തിന് നേരെ അതിക്രമം നടത്തുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ലാത്തി വീശാനോ അത്തരത്തിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ
പോലീസ് തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് നിലപാടുകൾക്ക് അനുസരിച്ച് SFIയെ സംരക്ഷിക്കുന്ന ഒരു പോലീസിനെയാണ് ഈ അക്രമകാരികളായ SFIക്കാർക്ക് മുന്നിൽ നിഷ്ക്രിയരായി നിൽക്കുന്ന പോലീസിനെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2.5 മണിക്കൂറായി കേരള സർവകലാശാല ആസ്ഥാനം പൂർണ്ണമായും SFI പ്രവർത്തകർ കയ്യേറിയിരിക്കുകയാണ്. അവിടെ വലിയ അക്രമ പരമ്പരകളാണ് അരങ്ങേറുന്നത്. പോലീസിന് നേർക്കും വലിയ രീതിയിൽ കയ്യേറ്റമുണ്ടാകുന്ന സ്ഥിതി. പക്ഷേ പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയാണ്.